ഇന്നൊരു റെക്കമെൻഡേഷനുമായിട്ട് ഒരമ്മയും 2 മക്കളും വന്നു. ഈ അമ്മയും 2 മക്കളും യേശുവിനെ അറിയാൻ പാടില്ലാത്തവരൊന്നുമല്ല, വളരെ നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. അവർ വന്നപ്പോൾ അമ്മയാണ് സംസാരിച്ചത്. ഇത്രയും നാളും മക്കളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ കൂട്ടുകാരായിരുന്നു, ഒരുമിച്ചാണ് ജീവിച്ചത്. എന്നാൽ ഇന്ന് സംസാരിക്കുന്നത് അമ്മയാണ്. കാരണം മക്കൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല. യേശുവിൻ്റെ മൈൻഡ് നന്നായിട്ട് അറിയാവുന്ന ഈ ശിഷ്യന്മാർ, കൂട്ടുകാർ, കൂടെ നിൽക്കുന്നവർ, അവർക്ക് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അമ്മയെ കൊണ്ടുവന്ന് ഈ കാര്യം പറഞ്ഞത്. അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ്: അധികാരം കിട്ടോ, കസേര കിട്ടോ, വലതും ഇടതും നിൻ്റെ അടുത്തിരിക്കാനുള്ള ഒരു കസേര അവർ കൊടുക്കുമോ? യേശുവിൻ്റെ ഹൃദയം തകർന്നു പോയി കാണില്ലേ? കാര്യം തൊട്ടു മുമ്പ് യേശു പറഞ്ഞത് മരണത്തെക്കുറിച്ചാണ്. ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. അവിടെ നിയമജ്ഞനും പരിസയനെ പിടിക്കും, അവരെന്നെ കൊല്ലും. ഇത് പറയുമ്പോഴാണ് അമ്മ വന്ന് റെക്കമെൻഡ് ചെയ്തത് കസേരയ്ക്ക് വേണ്ടി. യേശു പറയുന്നത്, നിങ്ങൾക്കിടയിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം, കുനിഞ്ഞ് ജോലി ചെയ്യണം. നിങ്ങൾ അവരുടെ കാലിൽ കഴുകാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അവൻ്റെ അടുത്ത് നിൽക്കുക എന്ന് വെച്ചാൽ അത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള ക്ഷണമാണ്, അല്ലാതെ ആടുന്ന കസേരയിൽ ഇരിക്കാനുള്ള ക്ഷണമല്ല. മറ്റുള്ള മനുഷ്യരൊക്കെ അധികാരത്തിന് വേണ്ടി പലരെയും കീഴ്പ്പെടുത്തും, പലരെയും തകർത്ത് കളയും. പക്ഷെ നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങൾ പരസ്പരം കീഴ്പ്പെടാനുള്ളവരാണ്, പരസ്പരം വിട്ടുകൊടുക്കാനുള്ളവരാണ്. നിങ്ങൾ അധികാരത്തിന് വേണ്ടി പരസ്പരം മൽപ്പിടുത്തം നടത്തിയാൽ തോറ്റുപോകുന്നത് ഞാനായിരിക്കും. ഇങ്ങനെ ക്രിസ്തു പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. അധികാരം നമ്മളെക്കാളും ഉയരെ എത്തുന്നുണ്ടെങ്കിൽ ആ കസേര ചവിട്ടിത്തള്ളിക്കളയാൻ നമുക്ക് മനസ്സുണ്ടാകണം. കാര്യം ഇരിക്കാൻ കസേരയല്ല വേണ്ടത്, ഇരിക്കാൻ ക്രിസ്തുവിൻ്റെ ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.